ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയാണ്. ജനറൽ സർവീസും കാർബറേറ്റർ ക്ലീനിങ് ആണ് നമുക്ക് പറഞ്ഞാണ് മെയിനായിട്ട് വർക്ക്. അപ്പോൾ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം നല്ല ലൈനറാണ്. ഇപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെ കിടക്കണം. നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്, അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നോക്കുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവും, ഇപ്പോൾ സെക്കൻഡ് മാറുന്ന ടൈമാണ്. കിടക്കുന്നത് കമ്പനി ഫിൽറ്റർ തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാറുന്ന ടൈമാണ്. ഇപ്പോൾ തന്നെയല്ല കാർബറേറ്റർ ക്ലീനിങ്ങും കൂടി ചെയ്യുന്നുണ്ട്. ചെറിയൊരു മിസ്സിങ് പോലെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആ ഫംഗ്ഷൻ അങ്ങോട്ട് ക്ലിയർ ചെയ്തിടാം. കാരണം ഞാൻ എയർ ഫിൽറ്റർ വഴി കാർബറേറ്ററിലേക്കൂടെ എയർ എടുത്ത് ഹെഡിലേക്കാണ് പോകുന്നത്. എയർ മിക്സ് ഹെഡിൽ ചെന്ന് കത്തണം. അപ്പോൾ ആ ഫംഗ്ഷനാണ് നമുക്ക് റെഡി ആക്കേണ്ടത്. അപ്പോൾ എയർ ഫിൽറ്റർ കൂടി നമുക്ക് ചേഞ്ച് ചെയ്തതാണ്. പിന്നെ ബെൽറ്റ് വന്ന ഭാഗം ക്ലച്ച് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. നമുക്ക് നിലവിൽ കമ്പനി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് കിടക്കുന്നത്. നിലവിൽ വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ പൊട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റ് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. വേരിയേറ്റർ ബോഡി ആയാലും അതിൻ്റെ റോളർ വെയിറ്റ് ബൂസ്റ്റർ യൂണിറ്റൊക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേയ്മാനമൊക്കെ ഉള്ളൂ. ഇതെൻ്റെ ബെൻഡെക്സ് ആണ്. വർക്കിംഗ് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും കാണിക്കണില്ല. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ് വന്ന ഇതായാലും നമ്മളൊന്ന് വർക്കിംഗ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്. നിലവിൽ പറയത്തക്ക തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. വർക്കിംഗ് ആയാലും നമ്മൾ കംഫർട്ടാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് ഈ കാർബറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. കാർബറേറ്റർ ക്ലീനിങ് പറയുന്നത് ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ വേറെ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. ഈ വന്ന ജെറ്റ് ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഇതിന് ഏകദേശം ഒരു 70 രൂപ കോസ്റ്റ് അടുത്താണ് റേറ്റ് വരുള്ളൂ. പിന്നെ കാർബറേറ്റർ ക്ലീനർ വേണം നമുക്ക്. ക്ലീനർ ഉപയോഗിച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാനായിട്ട്. കാരണം ആ ചെറിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമുക്ക് അതിൻ്റെ ആ സ്പ്രേ കോട്ടി ഒരു സ്പ്രേ ആണത്. അത് ഫുള്ളായിട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അഴുക്കൊക്കെ പുറത്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ആ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, വന്നപ്പോൾ നമുക്ക് ഒട്ടും പ്ലേ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ പ്ലേ അഡ്ജസ്റ്റ് ചെയ്ത് കേബിളും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും നമുക്ക് കേബിൾ ടൈറ്റ് നമ്മൾ ആക്സിലേറ്റർ പിടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ബലം അനുഭവപ്പെടുന്നുണ്ട്. അത് കേബിളിൻ്റെ ഔട്ടറിനകത്ത് ഇന്നർ ടൈറ്റായി തുടങ്ങിയാണ്. അപ്പോൾ മാറ്റിയിടുകയാണെങ്കിൽ സേഫ് അതാണ്. പ്ലേ ആക്കിയിട്ടുണ്ട്. അപ്പോൾ കേബിൾ നല്ല ബലമാണ്. നമുക്ക് നമ്മൾ ഓടിക്കാൻ സമയത്ത് നമ്മൾ ഒരുപാട് ബലം ഉപയോഗിക്കേണ്ടതായിട്ട് ബലം പിടിച്ചിരുന്ന് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ് കേട്ടോ. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ ഫസ്റ്റ് എസ്റ്റിമേറ്റിലൊന്നും പെടുത്തുന്നില്ല, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അപ്പോൾ അത്രയും ഭാഗമാണ് നമുക്കത് ക്ലിയർ ചെയ്ത് പോകേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട്. അതേപോലെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ അതിന് വേണ്ടി വെച്ചാൽ ബ്രേക്ക് ലൈനറൊക്കെ ഓക്കെയാണ്, നല്ലൊരു പ്രോബ്ലം ഇല്ല, നല്ല ലൈനറാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ സസ്പെൻഷൻ ലിങ്ക് ടൈപ്പാണ് വരാം. അതിൻ്റെ ബുഷുകൾ നോക്കുമ്പോൾ അത്യാവശ്യം പ്ലേ കാണിക്കുന്നുണ്ട്. അതായത് ഇവിടെ വന്ന ബുഷുകൾ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളത് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ടിൽ നിന്നൊരു ചെറിയൊരു അടി പോലെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അതത്രയും പ്ലേ കാണിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ടേക്ക് കൂടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ബുഷ് സെറ്റ് ചേഞ്ച് ചെയ്തിടാം. ഇവിടെ തന്നെ ഗ്രീൻ ബുഷും ഇത് കൂടിയിട്ടാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ അത് മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഗ്രീസിങ് കൊടുത്ത് കയറ്റി കഴിഞ്ഞാൽ പക്കയായിട്ട് ഇറങ്ങുള്ളൂ. പിന്നെ നമുക്ക് ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ബാറ്ററി ടെസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 4 ആംപിയറും എന്ന ബാറ്ററിയാണ്. 2019 വെച്ചാണ് ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം പഴക്കമുണ്ട്, 5 വർഷത്തോളം പഴക്കമായിട്ടുണ്ട്. എങ്കിൽ കൂടി സെൽഫ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാറ്ററി ടെസ്റ്റും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. 12.46 വരെ വരുന്നുണ്ട്. 12 വോൾട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വോൾട്ടാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കാം. അതായത് ഓൾറെഡി ബാറ്ററി ഡാമേജ് ആയിട്ട് കാണിക്കാം. എങ്കിൽ കൂടി സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്പം നിലവിൽ നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല. നിലവിൽ അങ്ങനെ തന്നെ നിലനിർത്താം. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാം ബാറ്ററിയാണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ള കേസ്. അപ്പോൾ ബാറ്ററി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് കാർബറേറ്ററും എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വരുമ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് മാറ്റേണ്ടതായിട്ടാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഹെഡിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിയുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ഹെഡിനകത്ത് നല്ല രീതിയിൽ കരിയുണ്ട്. കാരണം ആ പ്ലഗിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിലവിൽ അതിൻ്റെ പൊല്യൂഷൻ്റെ കണ്ടീഷനൊക്കെ ജസ്റ്റ് നോക്കേണ്ടതാണ്. പൊല്യൂഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോയെന്നുള്ള ദിവസം നോക്കാം. നെറ്റിലൊന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എത്ര ഉണ്ടെന്നുള്ള കേസ്. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല കാർബൺ കാണുന്നുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ 30,000 കിലോമീറ്ററിലാണ് നമുക്ക് അതിൻ്റെ ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ടി വരുന്ന വർക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ മീറ്റർ കംപ്ലൈൻ്റ് ആണ്. 19,990 മീറ്റർ ഡെഡായാണ്. അതായത് കിലോമീറ്റർ ഓഡോമീറ്റർ വർക്കിംഗ് എല്ലാം സ്പീഡ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളും വാഹനങ്ങളുടെ ഒക്കെ മെയിൻ്റനൻസ് പീരീഡ് വരുന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ വണ്ടികളും തന്നെ കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മീറ്ററിൻ്റെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് അത്യാവശ്യമാണ്.
അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ അത് എസ്റ്റിമേറ്റിലൊന്നും കൂട്ടുന്നില്ല. അത് ഇടയ്ക്കൊന്ന് ചെയ്തു പോകണം നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ, കാരണം എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റുന്നത് 3000 കിലോമീറ്ററാണ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ മീറ്റർ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യ ടൈമിംഗ് അറിയാൻ പറ്റില്ല. ഒന്നും നമ്മൾ നേരത്തെ ചെയ്യും, അതല്ലെങ്കിൽ വൈകിപ്പോവും. എങ്ങനെ ചെയ്താലും നഷ്ടം തന്നെയാണ്. അപ്പോൾ നിലവിൽ ബാക്കിയത്തെ ഈ പറഞ്ഞിരുന്ന ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ ആക്സിലേറ്റർ കേബിളിൻ്റെ കേസ് ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയണേ. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ ഈ ആദ്യ ഘട്ടത്തിൽ എസ്റ്റിമേറ്റിൽ നമ്മൾ പെടുത്തണേ. അത് ആവശ്യമാണെങ്കിൽ പറയുകയാണെങ്കിൽ കൂട്ടത്തേക്ക് നമുക്കത് മാറ്റി കളയാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ.